Alexa, turn on the light. Okay. Light on iris പിന്നെ മോഡ് ഉണ്ട്. അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നി. 16 മില്യൺ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കളർ. Alexa, turn the light to blue. Okay. Alexa, who is the best YouTuber in the world? I just compared all YouTubers in history, and my conclusion is that all in all Malayalam is the best. Video. Onnu kanda nokku. Subscribe and hit the bell button and don't forget to like and share. ഹലോ ഗായ്സ്, ഓൾ ഇൻ ഓൾ മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. അലക്സ എക്കോ ഡോട്ട് 4th ജനറേഷൻ, ലേറ്റസ്റ്റ് ജനറേഷൻ അലക്സ എക്കോ ഡോട്ട് 4th ജനറേഷൻ്റെ അൺബോക്സിങ്ങും റിവ്യൂമാണ് നമ്മളത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. പിന്നെ ഈ സംഭവം ഞാൻ മേടിച്ചത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലാണ്. അതിന് ആ ടൈമിൽ നമുക്ക് ഈ സാധനം 2250 റുപ്യക്ക് കിട്ടി. അപ്പോൾ മേടിച്ചു. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 4500 ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഫെസ്റ്റിവൽ ഇപ്പോഴും അത് തന്നെയാണെങ്കിൽ 2250 ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ 4500 ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യുക, അതെങ്ങനെ അൺബോക്സിംഗ് റിവ്യൂ, പിന്നെ അതിന്റെ സെറ്റപ്പ് കാര്യങ്ങൾ, പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങൾ തന്നെ ഞാൻ വീഡിയോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് പെട്ടിയുടെ സൈഡ് 4 പിക്ചേഴ്സ് ഉണ്ട്. ഒന്ന് എക്കോ ഡോട്ടിന്റെ, പിന്നെ MRP, പിന്നെ ഒരു ഹെൽപ്പ് പറഞ്ഞിട്ട്, പിന്നെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഓഡിയോ ഔട്ട്, ബ്ലൂടൂത്ത്, ഹാൻഡ് ഫ്രീ, അലക്സ, മൈക്രോഫോൺ ഓൺ ഓഫ് ബട്ടൺ എന്നുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ സിങ്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പുറ സൈഡ് പെട്ടിയുടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പെട്ടി നമുക്കൊന്ന് അലക്സ പെട്ടി നമുക്ക് പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ തുറന്ന ഉടനെ ആദ്യം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ആയിട്ട് എക്കോ ഡോട്ട് 4th ജനറേഷൻ കാണാം. പിന്നെ അതുപോലെ തന്നെ പെട്ടിയിൽ തന്നെ അലക്സ ആപ്പിന്റെ ഒരു സിമ്പലും പിന്നെ 2 എന്നുള്ള കണക്ഷന്റെ ഒരു സിമ്പലും കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ യൂസർ മാനുവൽ ഉണ്ട്. ഒന്ന് വന്നിട്ട് നീല കളറിലുള്ള യൂസർ മാനുവൽ, വെള്ള കളറിലും. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഒരു പവർ അഡാപ്റ്റർ ആണ്. പവർ അഡാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുത്തിയിട്ട് അലക്സയിൽ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അത് കുത്തിയാലേ വർക്ക് ആവുള്ളൂ, അല്ലാണ്ട് അത് ബാറ്ററി ടൈപ്പ് അല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അലക്സ നമ്മുടെ പെട്ടിക്കുള്ളിൽ വരുന്നത് മെയിനായിട്ട് നമ്മുടെ സാധനം തന്നെയാണ് വട്ടത്തിലുള്ള സ്ഫെരിക്കൽ ഷേപ്പിലുള്ള അലക്സ എക്കോ ഡോട്ട് 4th ജനറേഷൻ. പിന്നെ ഇതിന്റെ മുമ്പുള്ളത് ഒരു വേറെ ഷേപ്പാണ്, പക്ഷെ അതിനേക്കാളും അടിപൊളിയാണ് ഇത്. അപ്പൊ ഗൈസ്, നമ്മുടെ അലക്സ അൺബോക്സിംഗ് കണ്ടു. നമ്മുടെ സാധനം ബ്ലൂ കളറിന്റെ ഇതാണ് സെറ്റ്, ഇതാണ് സംഭവം. ഇതിൽ വന്നിട്ട് 4 ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് പവർ ഓൺ പവർ ബട്ടൺ അതിന്റെ സംഭവം, പിന്നെ ഒന്ന് മൈക്രോഫോൺ ബട്ടൺ. അതായത് ഇപ്പൊ നമ്മൾ അലക്സ പറയുകയാണെങ്കിലും ഈ സാധനം റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, പിന്നെ വരുന്നത് വോളിയം അപ്പ് ബട്ടൺ, വോളിയം ഡിക്രീസ് ബട്ടൺ, അങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ അലക്സയിൽ വേറെയുള്ളത് ബട്ടൺസ് ആയിട്ട്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വോയിസ് കൺട്രോളിലൂടെ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പുകളാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് അലക്സ എന്തിനാ യൂസ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഹോം ഓട്ടോമേഷൻ, ഫുള്ള് ഹോം ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അലക്സ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫുള്ളി ഹോം ഓട്ടോമേഷൻ ചെയ്യണമെങ്കിലാണ് ഇതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നോർമലായിട്ട് സ്പീക്കർ പർപ്പസിനൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറിന് തന്നെ വാങ്ങാം. പക്ഷെ ഇത് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം, ബ്ലൂടൂത്ത് നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യാം, കോൾ ചെയ്യാം, അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ചുമ്മാ അസിസ്റ്റന്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് അങ്ങനെ വെതർ അറിയാം, പിന്നെ അലാറം വെക്കാനൊക്കെ സിമ്പിളാണ്, റിമൈൻഡർ ചെയ്യാം, അങ്ങനെ എല്ലാം വോയിസ് കമാൻഡിലൂടെ ഫുള്ളി നമുക്ക് വോയിസ് കമാൻഡിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ യൂസ് എന്ന് പറയുന്നത് ഈ ഹോം ഓട്ടോമേഷൻ ആണ്. അതായത് ഇപ്പോൾ അലക്സ ടേൺ ഓൺ ദ ലൈറ്റ് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ആക്കും, ടേൺ ഓൺ ദ ഫാൻ പറഞ്ഞാൽ ഫാൻ ഓഫ് ആക്കും, ഫാൻ ഓൺ ആക്കും, ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്മാർട്ട് ഫാൻ ആണെങ്കിൽ. പിന്നെ എന്താ ഉള്ളത് വീട്ടില്, പിന്നെ മിക്സി, TV, AC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലക്സ വെച്ച് കൺട്രോൾ ചെയ്യാം സ്മാർട്ട് ഹോം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ അലക്സ വെച്ചിട്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ സംസാരിക്കുക, അലക്സ അത് ഇത് ചോദിക്കാം, പിന്നെ അതുപോലെ തന്നെ പാട്ട് കേൾക്കാം, അങ്ങനെയുള്ള യൂസ് ഒക്കെ തന്നെയുള്ളൂ. പക്ഷെ അതിനേക്കാളും വരി ഹോം ഓട്ടോമേഷൻ ആയിരിക്കും സെറ്റ്. അപ്പൊ നമുക്ക് അലക്സയുടെ കുറച്ച് 2-3 കാര്യങ്ങൾ നോക്കാം. അലക്സയെ പറ്റി പറയുകയാണെങ്കിൽ അലക്സ വാട്സ്ആപ്പ് വെതർ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഇതിന് 1000-ലധികം സ്കിൽസ് ഉണ്ട്. സ്കിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിലൂടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 1000-ലധികം എന്തോ സ്കിൽസ് ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കണമെങ്കിൽ മണ്ടകാര്യം. അപ്പൊ നമുക്ക് എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോ നമുക്ക് അലക്സ വാട്സ് ദി വെതർ? Right now in Palakkad, Kerala, it's 27 degrees Celsius with cloudy skies. Okay, thanks. Throughout the day, you can expect more of the same with a high of 28. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ വന്നിട്ട് അലക്സ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത്
അലക്സ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ് കൊടുത്തില്ലേ, ആ അഡ്രസ്സിലൂടെയാണ് നമ്മുടെ വെതർ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അലക്സ സെറ്റ് ആൻ അലാറം ഫോർ ടുമാറോ 9 AM ടു വേക്ക് അപ്പ്. Second alarm set for 9 AM tomorrow. കണ്ട, അലാറം സെറ്റ് ആയി. അലക്സ പിന്നെ നമുക്ക് അലക്സയിൽ സിമ്പിൾ ആയിട്ട് തന്നെ റിമൈൻഡർ സെറ്റ് ചെയ്യാം. അതെങ്ങനെ വെച്ചാൽ അലക്സ റിമൈൻഡ് മീ ആഫ്റ്റർ 5 minutes ടു ഈറ്റ്. Okay, I'll remind you in 5 minutes. By the way, when your reminder rings, you can snooze it by saying, remind me again in 15 minutes. ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ആണെങ്കിൽ പിന്നെ അടുത്തതായിട്ട് വരുന്നത് അലക്സയിൽ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണും അലക്സയും കണക്റ്റഡ് ആണ്. അലക്സയിലൂടെ നമുക്ക് അലക്സ ത്രൂ അലക്സ ഡിവൈസസ് കോൾ ചെയ്യാം. അതായത് ഇപ്പൊ എന്റെ ഒരു അലക്സ ഉണ്ട്, പിന്നെ എന്റെ ഒരു കൂട്ടുകാരന് വേറൊരു അലക്സ അവന്റെ വീട്ടിലുണ്ടെങ്കിൽ ചുമ്മാ അലക്സ കോൾ, ഇപ്പൊ അവന്റെ പേരെന്താണോ ആ പേര് വിളിക്കുക, അലക്സ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൾ ചെയ്യും. അഥവാ അലക്സ അവരുടെ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അലക്സ ടു അലക്സ ആമസോൺ അലക്സ ആപ്പ് നമ്മുടെ ഫോണിൽ എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ അലക്സ ടു അലക്സ കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഇപ്പൊ എന്റെ ഫോണിൽ ഞാൻ അലക്സ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഞാൻ അലക്സ കോൾ മൈ ഫോൺ. Calling the Alexa app on Harison's phone. എന്റെ ഈ പച്ച വരുന്നത് അലക്സ സ്റ്റോപ്പ്. ഈ പച്ച വരുന്നത് കോളിംഗ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇപ്പൊ ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിലോട്ട് വരും, അതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിലൂടെ തന്നെ അലക്സ ടു ഈ അലക്സയ്ക്ക് വിളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ കമ്മ്യൂണിക്കേഷന്റെ ആമസോൺ അലക്സ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആമസോൺ അലക്സ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിലേക്ക് കോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കോൾ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡ് ത്രൂ അതിന് ഇതിലേക്കോട്ട് വിളിക്കാം. പക്ഷെ എല്ലാത്തിനും എന്താണ്, ഇപ്പൊ നമ്മുടെ ഇതൊന്ന് ഫോണിലോട്ട് വിളിക്കണമെങ്കിൽ അത് ആമസോൺ അലക്സ വേണം, അല്ലാണ്ട് ഡയറക്റ്റ് ഫോൺ ടു ഫോൺ കോൾ ഇല്ല. പിന്നെ വേറൊരു അലക്സ ഡിവൈസിലേക്ക് വേണമെങ്കിൽ അവരുടെ വീട്ടിൽ വേറൊരു അലക്സ ഡിവൈസ്, അങ്ങനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അലക്സ പ്ലേ മ്യൂസിക്. Here's Hangama music. അലക്സ സ്റ്റോപ്പ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് പാട്ട് പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഏത് പാട്ടാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞ ശേഷം പാട്ട് വെക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പാട്ട് വെക്കാത്തത് കോപ്പിറൈറ്റ് വരും യൂട്യൂബ് ചാനലിൽ, അതുകൊണ്ടാണ് വെക്കാത്തത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇതിലോട്ട് പാട്ട് വെക്കും. അലക്സ കണക്ട് ബ്ലൂടൂത്ത് അസ്യൂസ്. Searching. Now connected to Asus_X00T_2. Harishant, here is your reminder. Eat. നമ്മൾ അപ്ലൈ വെച്ച റിമൈൻഡർ വന്നാണ്. Harishant, here is your reminder. Eat. അലക്സ സ്റ്റോപ്പ്. ഇങ്ങനത്തെ ഇടയിൽ നമ്മൾ അപ്ലൈ വെച്ച റിമൈൻഡർ വന്നാണ്. പിന്നെ അതിൽ കണ്ടില്ലേ ഇപ്പൊ അങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ മാക്സിമം വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ വോളിയം തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതാണ് കേസ് ബ്ലൂടൂത്തിന്റെ കാര്യങ്ങൾ. പിന്നെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറെ സംഭവം ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി കസ്റ്റം Q&A ചെയ്ത് വെച്ചിട്ടുണ്ട്. അലക്സ, ഹൂ ഈസ് ദ ബെസ്റ്റ് യൂട്യൂബർ ഇൻ ദി വേൾഡ്? I just compared all YouTubers in history, and my conclusion is that all in all Malayalam is the best. ഇങ്ങനെ നമുക്ക് കസ്റ്റം Q&A ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോ ഒരു സ്കില്ലാണ് ഇതിന്റെ. അതുപോലെ നമുക്ക് ഒരുപാട് 1000ഓളം സ്കിൽസ് നമുക്ക് ഇതിന്റെ ആപ്പിൽ ഉണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന്റെയും പിന്നെ ഇതിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ളതും പിന്നെ ചാവറ സ്കിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് മാത്രം ചെയ്യാം. അതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. സ്കിൽസിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ വായും കൊണ്ട് എസ്കേപ്പ് ദി റൂം അങ്ങനെ ഒരുപാട് സ്കിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന അടുത്ത സ്കില്ലാണ് നമുക്ക് ഇതിനെ അമിതാഭ് ബച്ചന്റെ വോയിസിൽ ടോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ആരുടെ വോയിസ് ഒക്കെ പറ്റുന്ന അറിയില്ല. പക്ഷെ അമിതാഭ് ബച്ചന്റെ വോയിസിൽ സംസാരിക്കുകയാണെങ്കിൽ 99 രൂപ വെച്ച് പെയ്ഡ് ചെയ്യണം. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അലക്സ, സ്പീക്ക് ഇൻ അമിതാഭ് ബച്ചൻ വോയിസ്. Devi or Sajjano, presenting someone who needs no introduction. The one and only Mr. Amitabh Bachchan. Hello and namaskar. This is Amitabh Bachchan and it's wonderful to be here. I'm really looking forward to interacting with. അങ്ങനെ ഇത് പെയ്ഡ് ആണ്. ഇത് നമുക്ക് നോർമലായിട്ട് ഗേളിന്റെ സൗണ്ട് മാറ്റിയിട്ട് അമിതാഭ് ബച്ചന്റെ വേണമെങ്കിൽ 99 രൂപ അടിച്ചാൽ അങ്ങനെ ഒരുപാട് സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് നമുക്ക് വേണ്ട സൗണ്ട് ഒക്കെ ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. നമ്മൾ അപ്പളെ പ്ലേ മ്യൂസിക് പറഞ്ഞ പോലെ പട്ടയുടെ പൂച്ചയുടെ നായിന്റെ കുരങ്ങന്റെ എന്ത് സൗണ്ട് വേണമെങ്കിൽ നമുക്കത് പറഞ്ഞാൽ മതി, എല്ലാം പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്ന ബ്ലൂടൂത്ത് കോൾ നമ്മൾ ചെയ്തു.
ഇതൊക്കെ ചെയ്ത് ഇനി മെയിൻ സംഭവമാണ് നമുക്കിത് ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ, അതായത് ഞാനിപ്പോ ഒരു സ്മാർട്ട് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് എങ്ങനെ ഇതിൽ അലക്സ വിത്ത് കണക്റ്റഡ് ആണെന്നുള്ള സംഭവം മാത്രം നോക്കാം. മൊത്തം ഹോം ഓട്ടോമേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈറ്റ്, ഫാൻ, അങ്ങനെ ഒരുപാട്. അലക്സ ഐ എം ലീവിങ് മൈ ഹോം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് ഓഫ് ആക്കണ പോലെയും മൊത്തം ലൈറ്റ് ഓൺ ആകണ പോലെയും അങ്ങനെ ഒരുപാട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഫുൾ ഹോം ഓട്ടോമേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം കാണിച്ചില്ല, ഒരു ലൈറ്റ് വെച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് മാത്രം കാണിച്ചു. അപ്പൊ നേരെ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ലൈറ്റ് ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് വന്നിട്ട് സ്മാർട്ട് ലൈറ്റ് ആണ്. അതായത് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലാണ്. അപ്പൊ ഇത് 2250 രൂപ ഓഫറിൽ, അല്ലെങ്കിൽ 4500. അത് വാങ്ങിയപ്പോൾ ഇത് ഒരു 50 രൂപ കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റും നമുക്ക് കിട്ടും 2300 രൂപ. അങ്ങനെ നമുക്ക് ഈ ലൈറ്റ് വാങ്ങിച്ചു. അപ്പൊ ഇതെങ്ങനെ ഓട്ടോമേഷൻ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലൈറ്റ് ഞാൻ അലക്സയിലൂടെ കൺട്രോൾ ചെയ്ത് ഓൺ ആക്കാൻ പോവാണ്. അലക്സ, ടേൺ ഓൺ ദ ലൈറ്റ്. Okay. ലൈറ്റ് ഓൺ ആയി ഗൈസ്. പിന്നെ ഇതിൽ 16 മില്യൺ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കളർ ഉണ്ടാവും. അലക്സ, ടേൺ ദ ലൈറ്റ് ടു ബ്ലൂ. Okay. അലക്സ, ടേൺ ദ ലൈറ്റ് ടു റെഡ്. Okay. അലക്സ, ടേൺ ദ ലൈറ്റ് ടു ഗ്രീൻ. Okay. അങ്ങനെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഇതാണ്. പിന്നെ ഈ ലൈറ്റിന്റെ റിവ്യൂ നമുക്ക് വേറെ തന്നെ ചെയ്യാം, കാരണം അതിൽ ഈ ലൈറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിവ്യൂ നമുക്ക് വേറെ ചെയ്യാം. അലക്സ, ടേൺ ഓഫ് ദ ലൈറ്റ്. Okay. ഇതാണ് വരുന്നത്. പിന്നെ അലക്സ, ടേൺ ഓൺ ദ ലൈറ്റ്. Okay. അലക്സ, ടേൺ ദ ലൈറ്റ് ടു വൈറ്റ്. Okay. അലക്സ, ഡിക്രീസ് ദി ബ്രൈറ്റ്നസ് ലെവൽ ടു 10%. Okay. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈറ്റിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് ഇതിലൂടെ തന്നെ ഇതിൽ വേറെ 2-3 സംഭവമുണ്ട്. അതായത് വിസ്പർ മോഡ്. പിന്നെ അത് വിസ്പർ മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അലക്സി പതുക്കെ സംസാരിക്കും. കാണിച്ചു തരാം. അലക്സ, ടേൺ ഓഫ് ദ ലൈറ്റ്. ഓക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യും. അങ്ങനത്തെ ഒരു മോഡുണ്ട്. അത് വളരെ രസമായിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഒരു മോഡ്. പിന്നെ എന്താണ്, പിന്നെ ഇത്രയൊക്കെ തന്നെ ഗൈസ് കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ അലക്സ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. TV ഓട്ടോമേറ്റ് ചെയ്യാം, വാഷിംഗ് മെഷീൻ, എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരും വീഡിയോസിൽ വാങ്ങുകയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. Like the video. ഗൈസ് അലക്സ തന്നെ പറയണം ലൈക്ക് ദ വീഡിയോ. അപ്പോൾ ഈ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അലക്സ, if you like this video, subscribe and hit the bell button and don't forget to like and share. അത്ര എനിക്കും പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അലക്സയ്ക്ക് വാങ്ങണം എന്ന് താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കൊക്കെ അങ്ങനെ അയച്ചു കൊടുക്കുക. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി, പിന്നെ ഞാൻ അടുത്ത ലൈറ്റിന്റെ അൺബോക്സിംഗ് റിവ്യൂ കാര്യങ്ങളൊക്കെ വരും. അത് അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള ലൈറ്റാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അലക്സ, Simon says thank you. Thank you.